PM സലാം മുസ്ലിം ജനറൽ സെക്രട്ടറി നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ PM സലാം, അബ്ദുറഹ്മാൻ രണ്ടത്താണി ഒരു പ്രതിസന്ധിയായി മാറുകയാണോ? ഒരു ഇടത് പ്രവേശനമെന്ന സൂചനകൾ അത്തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നു തുടങ്ങുന്നു. ഏതെങ്കിലും രീതിയിൽ ഈ പറയുന്ന അബ്ദുറഹ്മാൻ രണ്ടത്താണി അദ്ദേഹത്തിന്റെ അതൃപ്തി, ഫേസ്ബുക്കിൽ പരസ്യമാക്കിയ അതൃപ്തി നേതൃത്വത്തെ നേരിട്ട് അറിയിച്ചിട്ടുണ്ടോ PM സലാം? അദ്ദേഹം താൽക്കാലികമായ ഒരു വികാര പ്രകടനം നടത്തിയെന്നുള്ളത് കൊണ്ട് അദ്ദേഹം മുസ്ലിം ലീഗ് പാർട്ടി വിട്ടുപോകുമെന്നോ ഇടതുപക്ഷത്തേക്ക് ചേക്കേറുമെന്നോ എന്ന് വിശ്വസിക്കുന്നത് മൂഢ്യമാണ്. അദ്ദേഹം പോകില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. അദ്ദേഹം പാർട്ടിയുടെ കൂടെ ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. ഇപ്പോ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചപ്പോൾ അത് വളരെ വ്യക്തമായി പറഞ്ഞു. ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചപ്പോൾ ലീഗ് വിടുമോ എന്ന ചോദ്യത്തിന് മറുപടിയില്ല, ഇടത് സ്വതന്ത്രനായിരിക്കുമോ എന്ന ചോദ്യത്തിന് മറുപടിയില്ല. അങ്ങനെ അടമന്റായി വേണമെങ്കിൽ മറുപടി പറയാമല്ലോ, കാരണം ഇത്രത്തോളം രാഷ്ട്രീയ പാരമ്പര്യമുള്ള നേതാവാണ്, ഒട്ടനവധി മത്സരിച്ച നേതാവാണല്ലോ. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിനെ കുറിച്ച്, പോസ്റ്റിനെ കുറിച്ച് അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മറ്റുള്ളവരുമായി ചർച്ച നടത്തിയോ എന്നുള്ള കാര്യത്തിനോ അദ്ദേഹം വ്യക്തമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഈ സംശയം? ഞങ്ങൾക്കൊരു സംശയമില്ല, അദ്ദേഹം മുസ്ലിം ലീഗ് തന്നെ ഉണ്ടാവും. അതിനുവേണ്ടി ആരെങ്കിലും ഏതെങ്കിലും മുന്നണികൾ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത് മാറ്റി വെക്കുന്നതാണ് നല്ലത്. അപ്പൊ നിലവിൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലെ ഒരു യാതൊരുവിധ ചോദ്യവും അങ്ങോട്ട് ചോദിക്കുന്നില്ല അബ്ദുറഹ്മാൻ രണ്ടത്താനോട്, കാരണം മത്സരം മുറുകുന്ന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് ചിത്രം വരുമ്പോഴാണ് ഇങ്ങനെ പോസ്റ്റ് വരുന്നത്. അദ്ദേഹം പറയുന്നതിന് തൊട്ടു മുമ്പായിട്ട് 24 ചാനലിന്റെ മൈക്ക് ഉണ്ടായിരുന്നു. അതിലല്ലേ അദ്ദേഹം പറഞ്ഞത് ഫേസ്ബുക്ക് പോസ്റ്റ് എന്താണ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലാകാതെ പോയത് എന്താണ് ഫേസ്ബുക്ക് പോസ്റ്റ് എന്താ പറയുന്നത്? എന്താ പറയുന്നത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഞാൻ പറയണോ? സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട അതൃപ്തിയുണ്ട്, PMSMയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രശ്നമുണ്ടെന്നാണ് പറയുന്നത്. അതിന് അദ്ദേഹം നൽകിയ വിശദീകരണം നിങ്ങളെ മൈക്കിൽ വന്നില്ലേ? മൈക്കിൽ വന്ന വിശദീകരണം അതൃപ്തി ഇപ്പോഴും ഉണ്ടെന്നാണ്. ഇല്ല, അല്ല എന്നാണ്. അല്ലെ, ഞങ്ങളുടെ മൈക്കിൽ വന്ന വിശദീകരണം അങ്ങനെയാണ്. ഇപ്പൊ ഏറ്റവും അവസാനത്തെ പ്രതികരണം വരുമ്പോഴും അതൃപ്തി ഉണ്ടെന്നാണ് പരസ്യമാക്കുന്നത്. നേതാക്കന്മാർ ചെയ്ത പോലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴത്തെ നേതാക്കന്മാരും ചെയ്യുന്നത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശ്രീ PM സലാം, ഈ അബ്ദുറഹ്മാൻ രണ്ടത്താണി എടുത്ത് പരിശോധിക്കും 2011 തൊട്ട് 2021 വരെ മാറി മാറി ലീഗിന് വേണ്ടി മത്സരിച്ച ആളാണ്. അതിപ്പോൾ വിന്നബിലിറ്റി കുറഞ്ഞ സീറ്റിലാണെങ്കിൽ പോലും മത്സരിക്കുന്നുണ്ട്. അതൃപ്തി ഉണ്ടെങ്കിൽ നേരിട്ട് പ്രകടമാക്കാൻ ശേഷിയുള്ള നേതാവ് കൂടിയാണ്. എന്നിട്ട് അങ്ങനെ ഒരു വേദി അദ്ദേഹത്തിന് ഉണ്ടായില്ല എന്നാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് നിന്ന് വ്യാഖ്യാനിക്കേണ്ടത്? PM സലാമാണ് മുസ്ലിം ജനറൽ സെക്രട്ടറി PM സലാമാണ് നമ്മളിപ്പോൾ പ്രതികരിച്ചത്. എന്തായാലും രണ്ടത്താണി പാർട്ടി വിടില്ലെന്ന ആത്മവിശ്വാസം അത് വീണ്ടും ഉറപ്പിക്കുകയാണ് PM സലാം. പക്ഷേ അബ്ദുറഹ്മാൻ രണ്ടത്താണി ആ ഉറപ്പ് നൽകുന്നില്ല. പാർട്ടി വിടുമോ എന്ന ചോദ്യത്തിന് യെസ് ഓർ നോ എന്ന ഒരു ഉത്തരം, എസ് എങ്കിൽ എസ്, നോ എന്നൊരു ഉത്തരം പറയേണ്ടടുത്ത് അഡമന്റായി വേണമെങ്കിൽ നോ പറയാം, പക്ഷെ പറഞ്ഞിട്ടില്ല. അതായത് പാർട്ടി വിട്ടേക്കുമെന്ന സൂചന ഇപ്പോഴും അഭ്യൂഹമായി തന്നെ വെച്ചിരിക്കുന്നു രണ്ടത്താണി എന്ന് വേണം പറയാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.